ഇവിടെ മിക്കവാറും പോലീസ് ചെക്കിങ് ഉണ്ടാവും. ആ സൂര്യൻ കണ്ടില്ല, മലയുടെ ബാക്കിലായിട്ട്. വിജയ ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു നെല്ലിയാമ്പതി യാത്രയാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി. മിനി ഊട്ടി ഉണ്ട്, അത് മലപ്പുറത്താണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു കുട്ടാപ്പും കൂടിയിട്ടാണ് നമ്മൾ നെല്ലിയാമ്പതി യാത്ര. രാവിലെ പുറപ്പെട്ട് ഒരു 6 മണിയാകുമ്പോൾ പുറപ്പെട്ടു. ഇപ്പോൾ ഏകദേശം പോത്തുണ്ടി ഡാമിൻ്റെ ഭാഗത്തായിട്ട് എത്തി. ഇനി ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അവിടുന്ന് ചുരം കയറലാണ്. അപ്പോൾ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ട്, മുമ്പ് ഈ റൂട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല, ജേണി ഓഫ് വിജയ് വ്ളോഗ്. അപ്പോൾ ഈ ചാനലിലാണ്, ഈ പുതിയ ചാനലാണ് വിജയ് ലോക ഡയറീസ്. അപ്പോൾ ഈ ചാനലിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഇട്ട് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ താജ്മഹൽ യാത്ര വീഡിയോ ആയിരുന്നു. പിന്നെ കണ്ടൻറ്റ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ട് ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് എന്നെ അറിയുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വിചാരിക്കും എൻ്റെ പഴയ ചാനലത്തെ വീഡിയോ തന്നെയാണെന്ന് വിചാരിച്ചിട്ട്, ആ പഴയ ചാനലാണെന്ന് വിചാരിച്ചിട്ട് സബ് ചെയ്യില്ല. വീഡിയോ കാണും, സബ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ചാനൽ മാറിയിട്ടുണ്ട്. വിജയ് ലോക ഡയറീസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ നട്ടുനടപ്പ്. പിന്നെ അപ്പോൾ നമ്മളപ്പോൾ ഇന്നത്തെ യാത്ര ഇതാ ഈ ബാക്കിൽ കണ്ടില്ലേ, എൻ്റെ ഈ ബാക്കിലുള്ളത് ഇത് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ടില്ല. സമയം ഇപ്പോൾ കറക്റ്റ് ഒരു 9:05 ആയിട്ടുള്ളൂ. ശരിക്കും അത് 10 മണിക്കൊക്കെയാണ് അവിടെ ഓപ്പൺ ആവുക, ആ ഡാം, ആ ഒരു വ്യൂ ഒക്കെ. ഇന്ന് സൺഡേ ആണ്, ഇന്നും നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നാളെയൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നെല്ലിയാമ്പതി, നമ്മൾ ആ ചുരത്തിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. ഒരു എപ്പിസോഡായിട്ടാവും നമ്മൾ ഈ വീഡിയോ ഇടുന്നുണ്ടാവുക. നെല്ലിയാമ്പതിയിലെ മറ്റുള്ള സ്ഥലങ്ങളും ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അടങ്ങിയ വീഡിയോസ് ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ചുരത്തിലത്തെ കാഴ്ചകളാണ്, ചുരം വ്യൂ. ചുരം കയറുന്ന വഴി നമ്മൾ കാണുന്ന കാഴ്ചകളും ആ ഒരു വൈബൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലൊക്കെ കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് ചുരം കയറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. കുറച്ചങ്ങോട്ട് പോയിട്ടാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നെല്ലിയാമ്പതിയിലെ ചുരം വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ്. ചെക്ക് പോസ്റ്റ് വരെ നല്ല റോഡാണ് ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ കണ്ടില്ലേ, വലിയൊരു മലയൊക്കെ കാണുന്നുണ്ടില്ലേ, അവിടെ നിന്നുള്ള നല്ലൊരു വ്യൂ ആണ് ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ. അങ്ങനെ ഇതാ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. വണ്ടികൾ ഇവിടെ ക്യൂ ആണല്ലോ, ക്യൂ ഉണ്ട്. എല്ലാ വണ്ടികളും അവിടെ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം, വണ്ടി നമ്പറും എത്ര ആൾക്കാരാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു രസീത് തരും. അത് പിന്നെ കളയാൻ പാടില്ല. അത് തിരിച്ചു വരുമ്പോൾ നമ്മളിവിടെ ഏൽപ്പിക്കണം. അങ്ങനെയാണ് റൂള്. ഓക്കെ, നമ്മളതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇതാ ഇപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഇതാ നേരെ പോയി നല്ലൊരു ടേണിംഗ് ആണുള്ളത്. ഇനി ഒരു 18 കിലോമീറ്ററോളം ഈ ചുരത്തിലെ യാത്രയാണ്. നമുക്ക് ഇവിടെ നിന്ന് സൈഡാക്കിയാലോ? ഇവിടുന്ന് കാണുന്നുള്ള വ്യൂ മനോഹരമാണ് കേട്ടോ. ഇവിടുന്ന് നോക്കി ഞാൻ കാണിച്ചു തരാം.
ഫസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ കടന്നിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇവിടെ പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുക. ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ നല്ല അധികം അങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ടിക്കറ്റ് തരും. ആ ടിക്കറ്റ് നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോൾ അവിടെ കാണിക്കണം. ടൈം പറയും, 5 മണി ഒക്കെ പറയും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ കാണുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് ആ ഫോറസ്റ്റിൽ കൂടെ അങ്ങനെ പോവുകയാണ്. ഫോറസ്റ്റ് മുഴുവൻ കാണാണ്. മറ്റേ ഇവിടെ പോയപ്പോൾ അത് മിഥുനാക്കിയതാണോ അതോ ഓനത് ഫ്രഷായിട്ട് തോന്നിയതാണോ എന്നറിയില്ല. തണുപ്പുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഇന്ന് ടൂറിസ്റ്റുകളുണ്ട്. ഇപ്പം നാളെ സ്കൂളൊക്കെ തുറക്കല്ലേ, പിന്നെ ഞായറാഴ്ചയാണ്, പിന്നെ നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അടുത്ത ഒരു വളവ്. ഇവിടെ ഹെയർപിൻ ബെൻഡൊന്നുമില്ല, അല്ലാത്ത ബെൻഡുകളേ ഉള്ളൂ. അങ്ങനെ ഡേഞ്ചറായിട്ടുള്ള ബെൻഡുകളൊന്നുമുള്ള ഒരു ചുരമല്ല നെല്ലിയാമ്പതി ചുരം. എന്നാൽ വളവും തിരിവൊക്കെ ഉണ്ട് താനും, പക്ഷേ ഹെയർപിൻ ബെൻഡല്ല എന്ന് മാത്രം. കുറേ കുരങ്ങന്മാർ ചുരത്തിൽ റോഡ് സൈഡ് കുറേ ഉണ്ടല്ലോ. കുട്ടികളും തള്ളയും മക്കളും അമ്മായി അമ്മാവനൊക്കെ. ഹലോ, ചുരത്തിൽ കൂടുതലും കുരങ്ങന്മാരെയാണ് നെല്ലിയാമ്പതിയിൽ കൂടുതലും കാണുക. നമ്മുടെ നെന്മാറ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് നെല്ലിയാമ്പതിയിലേക്ക് ഉള്ളത്. ഈ ഒരു ചുരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 കിലോമീറ്ററോളം ഈ ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ്. റോഡുകൾക്ക് നല്ല അത്ര വലിയ വീതിയുള്ള റോഡുകളല്ലെങ്കിലും അത്യാവശ്യം വീതിയുള്ള റോഡാണ്. പക്ഷെ എന്നാലും ഓരോ ടേണിംഗ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് ടേണിങ്ങുകളൊക്കെ നിറഞ്ഞ ഒരു ചുരമാണിത്. പിന്നെ ചുറ്റുപാടും നല്ല മരങ്ങളും തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ യാത്ര നല്ലൊരു വൈബായിട്ട് തോന്നും. പിന്നെ നമുക്ക് ഈ ചുരത്തിലൂടെയുള്ള യാത്രയിൽ നമുക്ക് വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ആനയോ അല്ലെങ്കിൽ കാട്ടുപോത്തോ. പക്ഷെ ആനയൊക്കെ വന്നാലൊക്കെ ഡേഞ്ചറാണ്, അത് അത്ര സേഫ് അല്ല. പിന്നെ കാട്ടുപോത്തോ പിന്നെ കുരങ്ങന്മാരെയൊക്കെ സാധാരണയായിട്ട് കാണുന്നത് തന്നെയാണ്. അല്ലാതെ മറ്റുള്ള എന്തെങ്കിലും ജീവികളൊക്കെ കാണാൻ പറ്റിയാൽ കാണാം. അപ്പോൾ അങ്ങനെ ആ കാട്ടിലൂടെ വന്ന് നമ്മളിപ്പോൾ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കുണ്ടറച്ചോല പാലം. അതാണ് ആ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള മേലേക്കുള്ള വ്യൂ നോക്ക്. ആ സൂര്യൻ കണ്ടില്ല, ആ മലയുടെ ആ ഒരു ബാക്കിലായിട്ടാണ്. ഏറ്റവും തൊട്ടടുത്ത് തന്നെയാണ്, മലയുടെ തൊട്ടടുത്ത് തന്നെയാണ് സൂര്യനുള്ളത്. പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുള്ള സമയം തന്നെയാണ്. പിന്നെ ഈ റൂട്ടിന് KSRTC ബസ്സൊക്കെ ഓടുന്നുണ്ട്.
ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട്. കാട്. ഇതാണ് പാലം. പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ അധികം വെള്ളമുള്ള ഒരു വെള്ളച്ചാട്ടമൊന്നുമല്ല ഈ ഒരു ചുരത്തിൽ നിന്നുള്ള കാഴ്ചയിൽ. കണ്ടില്ലേ, ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. കാട്. ഓക്കെ, നമുക്കിവിടുന്ന് അപ്പം മുന്നോട്ട് പോവാം. വെയിലൊക്കെ ഇങ്ങനെ ആയി തുടങ്ങി. പക്ഷേ അങ്ങനെ തണുപ്പായതുകൊണ്ട് ചൂടറിയുന്നില്ല. ഓക്കെ, അങ്ങനെ ഒന്ന് സൈഡാക്കി. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് താഴത്തായിട്ട് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് കാണാം കേട്ടോ. കണ്ടില്ലേ, ഈ ഫോറസ്റ്റിൽ നിന്ന് പല സൈഡിൽ നിന്ന് നോക്കിയാലും ഈ ഒരു വ്യൂ കാണാൻ പറ്റും. പോത്തുണ്ടി ഡാം കാണാൻ പറ്റും. ഇപ്പം നല്ല ശുദ്ധവായു അല്ലേ, നല്ല തണുത്ത നല്ല വായുവാണ്. അങ്ങനെ വീണ്ടും ഞങ്ങളിവിടെ സൈഡാക്കി. സൈഡിൽ ചെറിയൊരു ഈ പറഞ്ഞ പോലെ ചെറിയൊരു വെള്ളച്ചാട്ടം. വെള്ളം ചെറിയ രീതിയിലാണുള്ളത്. ഏറ്റവും ടോപ്പിൽ നിന്ന് വരികയാണ്. ശരിക്കും ഇപ്പോൾ നല്ല വെയിലായി. എന്നാലും തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ട്. കാശ്മീരിൽ അത്ര ഇല്ലയെന്ന് പറയുന്നത്. അവൻ ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ കാശ്മീർ പോയി. അതാണ് പറയുന്നത്, കാശ്മീരിൻ്റെ അത്ര തണുപ്പില്ല. പക്ഷേ 1-2 ആഴ്ച മുന്നേ ഇവിടെ നല്ല നല്ല കാലാവസ്ഥയൊക്കെയാണ്. കുരുവിയൊന്നും ഇതിൽ എവിടെ? ആ മേലെ വെള്ളത്തിനവിടെ മറ്റേ ആ കുരങ്ങൻ്റെ സൗണ്ടല്ലേ കേട്ട് ഇപ്പോൾ. അത് ശരിക്കും കുരങ്ങ. മറ്റേ കുരങ്ങ അവിടെ ഉണ്ട്. എന്തായാലും നല്ല തിരക്കുള്ള ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അടുത്ത സൗണ്ട് ഉണ്ടാക്കി. ഇവിടെ തണുപ്പുള്ളൊരു ദിവസം തന്നെയാണ്. ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ. കിളികളുടെ സൗണ്ട്. അതവിടുന്ന് കരയുന്ന സൗണ്ട് കേൾക്കുന്നു. ആ, സിംഹവാലം കുരങ്ങിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ആ കാടിൻ്റെ ഉള്ളിൽ നിന്നാണ്. നമ്മളെ പഴയ ചാനലിൻ്റെ പേര് അവിടുന്ന് കീറി കളഞ്ഞതിന് പുതിയ ചാനലിൻ്റെ പേര് അടിക്കണം നമ്മൾ. ഓക്കെ, ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോവാം. വേറെ ഒരു ഇവിടുത്തെ മെയിൻ
ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ അപ്പോൾ ഇവിടെ ഒരു ഇടത്താവളം പോലൊരു സ്ഥലമാണ്. ഇവിടെ നല്ല പാർക്കിംഗ് ഒക്കെ ആയിട്ട്, ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. നല്ല ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷെഡൊക്കെ ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. അങ്ങ് ലോങ് ആയിട്ട് നമുക്ക് പോത്തുണ്ടി ഡാം കാണാം. KSRTC ഉല്ലാസയാത്ര വന്നത് ഇപ്പൊ അത് ട്രെൻഡ് ആയിക്കണോന്നല്ലേ? കുറെ ഉണ്ടല്ലോ. പൊന്നാനിന്നൊക്കെ വരുന്നുണ്ട്. ഹാല് പറഞ്ഞു എവിടുന്ന്? പൊന്നാനി ഡിപ്പോയിൽ നിന്നുണ്ട്. തൃശ്ശൂർ നിന്നുണ്ട്. സ്പീക്കർ വെച്ചിട്ടേ പാട്ട് പാടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കരയൊക്കെ പാട്ട് ഓരോ സമയത്ത്. അങ്ങനെ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നമ്മളിപ്പോ അടുത്തൊരു വ്യൂ പോയിന്റിന്റെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോ നമ്മൾ അവിടുന്ന് കാണുന്ന ആ ഒരു വ്യൂ തന്നെയല്ലേ? ആ ഒരു മല തന്നെയല്ലേ ഈ ഇവിടുന്ന് കാണുന്നത്? ആ മല തന്നെയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. നമ്മളിപ്പോൾ ആ താഴത്തുനിന്ന് അങ്ങനെ കയറി ഒരു ടേണിങ് തിരിഞ്ഞ് വന്ന് നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്, തണുത്ത കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മളാ സീതാർകുണ്ട് വ്യൂ പോയിന്റ് അവിടെയൊക്കെ നല്ല തിരക്കാവും. അവിടെ ഇപ്പം തന്നെ അവിടെ നിന്ന് നല്ല തിരക്കല്ലേ? സീതാർകുണ്ട് വ്യൂ പോയിന്റിന് അവിടെ നല്ല തിരക്കാവും. തിരക്കാകുമ്പോഴത്തേനവിടെ പോയി സ്ഥലം പിടിക്കണ്ടേ? നമ്മൾ ചോറുണ്ടാ പോകും. പറഞ്ഞോട്ടെ, ചോറോട് നയിക്കാം. എനിക്ക് വിശക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നീങ്ങാം. അവിടുന്ന് അങ്ങനെ വരുമ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. അവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്, എന്തോ പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡിനാണ് നമ്മളിനി മുന്നോട്ട് പോകേണ്ടത്. ഇത് ഈ ചുരം കയറുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു അമ്പലം ഉള്ളത്. മുമ്പ് ഞാൻ ഈ വഴി വന്നപ്പോഴും ഈ ഒരു അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഇത് ഈ സംഭവം. ഓക്കെ, ഇവിടെയൊക്കെ ചുറ്റുപാടും ഫോറസ്റ്റ്, എങ്ങോട്ട് നോക്കിയാലും കാടാണ്.
ഓക്കെ മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മളിതൊരു ചെറിയൊരു സെൻറ്ററിലെത്തി. ഇവിടുന്നാണ് ഈ രണ്ടും കൂടിയുള്ള റോഡില്ലേ, ഇവിടുന്ന് വലത്തോട്ട് പോയാലാണ് 1-2 ടൂറിസ്റ്റ് പ്ലേസുകളുള്ളത്. പിന്നെ ഇടത്തോട്ട് പോയാലാണ് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്, അങ്ങനെയുള്ള കുറച്ച് 1-2 ടൂറിസ്റ്റ് പ്ലേസുകളുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്ററിലാണ് ഈ ഒരു ചുരം അവസാനിക്കുന്നത്. പിന്നെ ഇവിടെ മിക്കവാറും പോലീസ് ചെക്കിങ് ഉണ്ടാവും. കണ്ടില്ല അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടല്ലേ, അവിടെ ചെക്കിങ് ആണ്. അപ്പോൾ ബൈക്കുകാർ അങ്ങനെയുള്ളവരൊക്കെ തടഞ്ഞെടുത്ത് ചെക്ക് ചെയ്യും, ലൈസൻസ് കാര്യങ്ങളൊക്കെ. മറ്റുള്ള വലിയ വണ്ടികളും ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് ചെക്കിങ് ഒക്കെ ഉള്ള ഒരു സെൻറ്ററാണ് നെല്ലിയാമ്പതിയിൽ. ഇവിടെ അടുത്ത് തന്നെയാണ് നെല്ലിയാമ്പതി ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്ററിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ചുരം കയറി വന്നു നെല്ലിയാമ്പതിയത്തെ. അപ്പോൾ ഇന്നത്തെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എന്ന പോലെ ഈ ഒരു വീഡിയോ ഈ നെല്ലിയാമ്പതി ചുരം കാഴ്ചകളായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ പുതിയൊരു ചാനലായതുകൊണ്ട് സബ്ബൊക്കെ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പഴയ ചാനലിൽ നമ്മളധികം വീഡിയോ ഒന്നും ഇടുന്നില്ല ഇനി. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.